എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തേതൊരു ഈവനിങ് വ്ളോഗാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ചെറിയൊരു നാപ്പൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ എണീക്കുകയാണ്. അപ്പോൾ അധിക നേരമൊന്നും ഉറങ്ങില്ല, ഒരു 1 hour ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് ചായ കുടിക്കലൊക്കെ നിർത്തിയിട്ടുണ്ട്. ചായ കാപ്പി അതൊക്കെ ആ ശീലങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. കാരണം ഞാൻ വളരെ കൂടുതൽ ചായ കുടിക്കുന്ന ഒരാളായിരുന്നു. രാവിലെ 4 ഗ്ലാസ് ചായ, അതുപോലെ ഈവനിങ്ങും കുടിക്കും. അപ്പോൾ എനിക്കത് നല്ലൊരു ഹാബിറ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ അതും കട്ടൻ ചായ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ ഞാനതങ്ങനെ നിർത്തി വരികയാണ്. എന്നാലും ഫുള്ളി നിർത്തിയൊന്നും പറയാൻ പറ്റില്ല, ഒരു 90% ഒക്കെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഫുള്ളി നോ പറയുന്ന ലെവലിലേക്ക് ഇപ്പോഴും ഞാൻ എത്തിയിട്ടില്ല. ഈ ചായ കുടിക്കൽ കൂടുതലായിട്ട് തുടങ്ങിയത് ഞാൻ +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു 1 year. ഹോസ്റ്റലറൊന്നും അല്ലായിരുന്നു, വീട്ടിൽ പോയിട്ട് അങ്ങനെ ഡേ സ്കോളർ തന്നെയായിരുന്നു. ആ സമയത്താണ് ചായ കുടിക്കൽ കൂടുതലായിട്ട് തുടങ്ങിയത്. കാരണം രാവിലെ നേരത്തെ എണീക്കും, രാത്രി നേരത്തെ കിടന്നിട്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്തായാലും ഒരു എനർജി കിട്ടാൻ ഞാൻ ചായ കുടിക്കും. ആ ചായേൻ്റെ ഗ്ലാസിൻ്റെ എണ്ണം പിന്നെ കൂടി വന്നു. പിന്നെ ഹോസ്റ്റലിലൊക്കെ എത്തിയപ്പോഴേക്കും അത് നിർത്തിയിട്ടൊന്നുമില്ലായിരുന്നു. ഹോസ്റ്റലിലാണെങ്കിലും എക്സാം ടൈം ആകുമ്പോൾ മെസ്സ് എന്തായാലും ഒരു 7 മണിയൊക്കെ നമ്മൾ തുറക്കുള്ളൂ. നമ്മളതിന് മുമ്പ് എന്തായാലും എണീക്കും, എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ആകുമ്പോൾ. അപ്പോൾ കെറ്റിലുണ്ടാവും, കെറ്റിലിൽ ചായ ഉണ്ടാക്കും. അത് നല്ല കടുപ്പത്തിൽ നല്ല മധുരത്തിൽ ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നീട് പലപ്പോഴായി ചായയുടെ മധുരം കുറച്ചെങ്കിലും സ്ട്രോങ്ങിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരമായില്ലേ ചായക്കഥ പറയുന്നു. ഇനി നമുക്ക് പഠിക്കാനിരിക്കാൻ പോവാം, ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട്. ഇപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ പോർഷൻസാണ് ക്ലാസ് കേൾക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കുകയാണ്. ഇതങ്ങനെ ഫുള്ളി ടു ഡു ലിസ്റ്റിൽ ഇതുപോലെ ഒന്നും ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും ഒരു ഐഡിയ കിട്ടാൻ ഇത്രത്തോളെങ്കിലും കവർ ചെയ്യണം, എന്നാലേ ഇരിക്കുമ്പോൾ ഒരു എനർജി കിട്ടുള്ളൂ. ഇത്രയും പോർഷൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ ഒരു ആപ്പ് വഴിയാണ് ക്ലാസ്സസൊക്കെ. അതിൽ ഓരോ പോർഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ANS, CNS അങ്ങനെയൊക്കെ ഓരോ ടോപ്പിക്സ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതിലേത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇപ്പോൾ എനിക്ക് പണ്ടത്തേനേക്കാട്ടിൽ കൂടുതൽ മെസ്സേജസ് വരാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും, അല്ലെങ്കിൽ കമൻസൊക്കെ വരാറുണ്ട്. BPharm നല്ല ടഫാണെന്നൊക്കെ പറഞ്ഞിട്ട്. ടഫ് തന്നെയാണ്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കേണ്ട ട്രിക്കൊക്കെ ഒന്ന് മനസ്സിലാവുമ്പോൾ അത് ശരിയായിട്ട് വരും. കൂടുതൽ മെസ്സേജ് അയക്കുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റൊക്കെ ആയിരിക്കും ടഫ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് സബ്ജക്റ്റ് ടഫാന്ന് വിചാരിച്ചിട്ട് അത് വേറൊരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഈസി ആയിരിക്കും ചിലപ്പോൾ ആ സബ്ജക്റ്റ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് എങ്ങനെയാണത് പഠിക്കേണ്ട മെത്തേഡ് അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഞാൻ വലിയ ടോപ്പറും വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അത് വിചാരിച്ച് നമുക്ക് സപ്ലി കിട്ടി വെച്ചിട്ടൊന്നും നമ്മൾ ഭയങ്കര മോശമാണ് അങ്ങനെയൊന്നുമല്ല. സപ്ലിയൊക്കെ പൊതുവെ ഇപ്പോൾ നമ്മൾ ആ സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വർക്കൗട്ടായില്ല, അത്ര വിചാരിച്ചാൽ മതി. നെക്സ്റ്റ് എക്സാം എഴുതുക, പാസ്സാവുക, അത്രേ ഉള്ളൂ. ഇതന്നെ ഇങ്ങനെ ടഫാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ട്യൂഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ BPharmന് ട്യൂഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവിലില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല എക്സ്റ്റാബ്ലിഷ്ഡൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. ഇനിയിപ്പോൾ അതല്ലാതെ ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ അതൊന്നും അറിയില്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഞാൻ. പിന്നെ എന്താ വെച്ചാൽ സ്റ്റഡി ലീവൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ അതിന് മുമ്പ് എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ലീവായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും.
എങ്ങനെയാണെങ്കിലും സ്റ്റഡി ലീവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടിൽ നല്ല മാറ്റം കാണും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഫോണിലായിരുന്നു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ലാപ്പൊക്കെ ഒന്ന് ശരിയാക്കിയപ്പോൾ ലാപ്പിലാണ് ക്ലാസ് കേൾക്കുന്നത്. കാരണം ഫോണിൽ നല്ലോണം ചാർജ് പോകുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നിനും ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ക്ലാസ് കേട്ട് കഴിയുമ്പോഴത്തേന് ചാർജ് തീരുമാനമാകും. പിന്നെ 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 അവർ 15 മിനിറ്റ്സൊക്കെ അങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത്രയും കേൾക്കുമ്പോഴത്തേന് തന്നെ ചാർജൊക്കെ തീരുമാനമായതുകൊണ്ട് ഇപ്പോൾ ലാപ്പിലാണ് ക്ലാസ് കേൾക്കുന്നത്. പിന്നെ കോച്ചിങ് എടുക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇത് എക്സാമൊക്കെ എഴുതി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് പറയാം. അല്ലാതെ ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതൊരു തരം പ്രൊമോഷൻ പോലെയാണ്. അപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നിയിട്ടാണ് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ പഠിത്തമൊക്കെ നിർത്തി പിന്നെ മഴ കാണാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.